വാർഡുകളിൽ 31 വാർഡുകളിൽ മാത്രമാണ് ഈ സീവേജ് സംവിധാനം ഉള്ളതെങ്കിൽ ഇതിനെ എന്തുകൊണ്ടാണ് ഇത് എല്ലാ വാർഡുകളിലേക്കും ഇതൊരു വലിയ നഗരമാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. ഇപ്പോൾ അവിടെ കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയോടുകൂടി മുട്ടത്തറയിൽ ആരംഭിച്ചിരിക്കുന്ന പ്ലാന്റ് അതിൻ്റെ തന്നെ പൂർണ്ണതോതിലുള്ള പ്രവർത്തനം എത്തുമ്പോൾ എല്ലാ വാർഡുകളിലേക്കും ഈ സംവിധാനം ഏർപ്പെടുത്താൻ കഴിയുമായിരുന്നില്ലേ? അരുവിക്കരയിൽ നിന്ന് ജലം സംഭരിച്ചുകൊണ്ട് തിരുവനന്തപുരം നഗരത്തിന് വെള്ളം എത്തിക്കുന്ന പദ്ധതികൾ ഇന്നും കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങൾ ഈ നഗരത്തിനകത്തുണ്ട്. അത് പൂർണ്ണമായി പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ തിരുവനന്തപുരം നഗരമെന്ന് പറയുന്നത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മഴ പെയ്താൽ അപ്പോൾ തന്നെ തമ്പാനൂരും കിഴക്കേൽക്കോട്ടയെല്ലാം പൂർണ്ണമായി വെള്ളത്തിനടിയിലാകുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ഇവിടെ പഴയ രാജഭരണ കാലഘട്ടത്തിലെ വലിയ ഓവുചാലുകളുണ്ട്. അവിടെയെല്ലാം കോർപ്പറേഷൻ്റെ അനുമതിയോടുകൂടി അല്ലെങ്കിൽ അനധികൃതമായി കെട്ടിടങ്ങൾ നിർമ്മിക്കുകയാണ്. ആരാണ് ഇതിന് അനുമതി കൊടുക്കുന്നത്? തിരുവനന്തപുരം ഭരിക്കുന്ന കോർപ്പറേഷൻ. ആ കോർപ്പറേഷൻ രാഷ്ട്രീയ താല്പര്യം കൊണ്ട് അഴിമതി നടത്തിക്കൊണ്ട് ഇത്തരം ബിൽഡിങ്ങുകൾക്ക് അനുമതി കൊടുക്കുകയും അവർ ഈ ഓടകളടക്കം കയ്യേറി നിർമ്മാണ പ്രവർത്തനം നടത്തുകയും ചെയ്തിരുന്നു.